ജനുവരി 15-ന് ഇന്ത്യ 2 പടക്കപ്പലുകളാണ് നീറ്റിലിറക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു അന്തർവാഹിനി കൂടി നീറ്റിലിറക്കുന്നുണ്ട്. അതായത് 2 പടക്കപ്പലും ഒരു അന്തർവാഹിനിയും നീറ്റിലിറക്കുന്നത് എനിക്ക് തോന്നുന്നു അപൂർവമാണ്. അത്തരമൊരു സംഭവം ലോകത്ത് തന്നെ അപൂർവമാണ്. അപ്പം ഇന്ത്യ ഈ നാവിക ശക്തിയിൽ എല്ലാ രാജ്യങ്ങളെയും വെട്ടിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2 യുദ്ധക്കപ്പലുകളും ഒപ്പം ഒരു അന്തർവാഹിനി നമ്മൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ലോകത്തിലെ വൻകിട രാജ്യങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സാധ്യമാകുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു. ഇതിന് മറ്റൊരു പ്രത്യേകത, തദ്ദേശീയമായാണ് ഈ 2 യുദ്ധക്കപ്പലുകളും ഒപ്പം ഈ അന്തർവാഹിനി നമ്മൾ നിർമ്മിച്ചത്. ആദ്യത്തെ യുദ്ധക്കപ്പലിന്റെ പേര് നീലഗിരി, മറ്റത് സൂറത്ത്, അന്തർവാഹിനിയുടെ പേര് വാക്ഷീർ എന്നാണ്. അപ്പോൾ ഇവ മൂന്നൂടെ ഒരുമിച്ച് നീറ്റിലേക്ക് ഇറങ്ങുന്നതോടുകൂടി മറ്റ് അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് ഭയപ്പാടോടുകൂടി കാണും. കാരണം നാവിക രംഗത്ത് നമ്മളൊരു വൻ ശക്തിയായിട്ട് കുതിച്ചു വരികയാണ്. ഇവരെ എല്ലാവരും പേടിക്കും. നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് എന്നാണ് നീലഗിരിയെ പറയുന്നത്. വളരെ അത്യന്താധുനികമായ ആയുധങ്ങളൊക്കെ വഹിക്കാൻ കഴിയുന്ന, റഡാറുകളെ പോലും വെട്ടിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു യുദ്ധക്കപ്പൽ. രണ്ടാമത്തത് പ്രൊജക്റ്റ് 15B സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ക്ലാസ് ഷിപ്പിൻ്റെ വിഭാഗത്തിൽപ്പെട്ട സൂറത്ത്. ഇതിനും ഈ പറയുന്ന അത്യന്താധുനികമായ ആയുധങ്ങളൊക്കെ തന്നെ വഹിക്കാൻ കഴിയും. മാത്രമല്ല ആൻറ്റി ഷിപ്പ് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന സംവിധാനവും ഇതിനകത്തുണ്ട്. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്കും അതുപോലെ തന്നെ ഈ കരയിലേക്കുമൊക്കെ തന്നെ ആക്രമണം നടത്താൻ സൂറത്തിന് സാധിക്കുന്നുണ്ട്. പ്രാപ്തിയുടെ കാര്യത്തിൽ നീലഗിരിയെ വെല്ലുന്ന രീതിയിൽ ഇതുകൊണ്ടെന്ന് പറയാം. കാരണം ഒന്ന് ഡിസ്ട്രോയറാണ്, അത് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഗേറ്റ്, അതായത് എന്താ പറയുക, സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ രണ്ടിനും 2 കാര്യങ്ങളാണ് നിർവഹിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിർവഹിച്ചത് മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കുന്നത്, രൂപകൽപ്പന ചെയ്യുന്നത്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം മേക്ക് ഇന്ത്യ പദ്ധതി നടപ്പാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ, അതുപോലെ പുതിയ സംവിധാനങ്ങളൊക്കെ രാജ്യസുരക്ഷയ്ക്ക് നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തേജസ് യുദ്ധവിമാനം ഉൾപ്പെടെ ചില സൈനിക മുന്നേറ്റത്തിന് വേണ്ട കാര്യങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സൂറത്തും നീലഗിരിയും തദ്ദേശീയമായി നിർമ്മിച്ചത്. അതെ അതെ. അപ്പോൾ നമ്മൾക്ക് ഇനി മറ്റുള്ളവരുടെ സഹായം വേണ്ട. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, വാക്ഷീർ എന്ന് പറയുന്ന അന്തർവാഹിനി ഏറെ പ്രാമുഖ്യമുള്ള ഒരു സാധനം തന്നെയാണ്. കാരണം ഈ അന്തർവാഹിനി എന്ന് പറയുമ്പോൾ അറിയാലോ, കടലിനടിയിൽ കൂടെ പോവും, ഒപ്പം തന്നെ കടലിന് മുകളിൽ കൂടെ 20 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ വാക്ഷീർ എന്ന് പറയുന്നത് ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണെന്ന് പറയാം. ലോകത്ത് തന്നെ ഈ ശ്രേണിയിൽപ്പെടുന്ന ഏറ്റവും മികച്ച അന്തർവാഹിനികളോട് കിടപിടിക്കാൻ കഴിയുന്ന, തീരെ ശബ്ദമില്ലാത്ത ആ ലെവലിൽപ്പെട്ടാണ് ഈ വാക്ഷീർ അന്തർവാഹിനി എന്ന് പറയുന്നത്. അതായത് കൽവാരി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. അത് കൽവാരി പ്രൊജക്റ്റ് 75-ന് കീഴിലുള്ള 6ാമത്തവും അവസാനത്തവുമായ അന്തർവാഹിനിയാണ്. 1975-ലാണ് നമ്മൾ ഈ കൽവാരി പ്രൊജക്റ്റ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് ഈ അന്തർവാഹിനി നിർമ്മിച്ചപ്പോൾ നമ്മൾ ഫ്രാൻസിൻ്റെ സഹായം തേടി. അവരുടെ ടെക്നോളജിയും കൂടെ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നിർമ്മിക്കുന്നത്. അപ്പം മുംബൈയിലെ മസഗോൺ ഡോപ്പ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവ നിർമ്മിച്ച് മെയ് 18-ാം തീയതിയോടുകൂടി ഏതാണ്ട് കടലിലിറക്കി. കാരണം പരീക്ഷണഘട്ടം പിന്തുടരണം. അങ്ങനെ പരീക്ഷണത്തിനായിട്ട് ഈ 2 പടക്കപ്പലുകൾ നീറ്റിലിറക്കുന്നുണ്ട്. അതിൻ്റെ പരീക്ഷണം നടക്കുന്നുണ്ട്. ഒപ്പം അന്തർവാഹിനിയുടെ പരീക്ഷണം നടത്തി. അപ്പോൾ അതെല്ലാം തന്നെ പൂർത്തിയായി പൂർണ്ണ സജ്ജമായതിനു ശേഷമാണ് ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അതുപോലെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ അനുമതി കിട്ടി. അങ്ങനെയാണ് ജനുവരി 15-ന് ഇവ പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഒന്ന് ഈ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്, മറ്റൊന്ന് ഈ പറയുന്ന ഡിസ്ട്രോയർ ആണ്. അപ്പോൾ രണ്ടിനും 2 ധർമ്മമാണുള്ളത്. ഈ അന്തർവാഹിനിയുടെ കാര്യം എടുത്താൽ സ്കോർപ്പിയൻ അന്തർവാഹിനിയാണ്. അപ്പോൾ സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനിയിൽ ഏതാണ്ട് 6 അന്തർവാഹിനിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതിൽ അവസാനത്തതാണ് ഇത് നിർമ്മിച്ചു കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി ആയതുകൊണ്ട് തന്നെ ലോകത്തെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ വാക്ഷീറിനെ വളരെ ഗൗരവത്തോടെ, വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സമുദ്രത്തിലൂടെയുള്ള പരമ്പരാഗതമായ ഭീഷണികളെയൊക്കെ നേരിടാൻ നമുക്ക് ഈ യുദ്ധക്കപ്പലുകളിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രീതിയിലാണ് നമ്മൾ ഇവ രണ്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാക്ഷീർ എന്ന് പറയുന്ന ഈ അന്തർവാഹിനിയും കൂടെ രംഗത്തിറങ്ങുന്നതോടുകൂടി പ്രതിരോധ മേഖലയിൽ വലിയ ഒരു സുരക്ഷ നമ്മൾ നേടുകയാണ്. അപ്പോൾ 2025 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈനിക മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള ലക്ഷ്യം നമ്മൾ ഇടുന്നത്. അതായത് കര, വ്യോമ, നാവിക സേനകളെ ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമൊക്കെ നമ്മൾ നടത്തും. അതിനു വേണ്ടിയിട്ട് ഈ 3 സേനയുടെയും തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും പ്രത്യേകമായിട്ട് ഒരു വിങ്ങിനെ രൂപീകരിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വാക്ഷീർ ഉൾപ്പെടെയുള്ള അന്തർവാഹിനികൾ കടലിലിറക്കിയിരിക്കുന്നത്.
എന്നുള്ളത്. അപ്പം മൾട്ടി ഡൊമെയിൻ എന്ന് പറയുന്ന സംഘടിത പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാണ് പുതിയ അന്തർവാഹിനി എന്ന് പറയുന്നത്. ഇത് മാസഗോൺ ഡോക്ക് ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഇത് പരീക്ഷണമെല്ലാം പൂർത്തിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ഒക്കെ അഭിനന്ദനം ഏറ്റുവാങ്ങി. അപ്പം അത്രയ്ക്ക് നൂതനമായ റഡാർ സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞ മിസൈലുകൾ, ഈ കപ്പൽവേദ മിസൈലുകൾ എന്ന് പറയും, കപ്പലുകളെ തകർക്കാൻ അങ്ങനെയുള്ള മിസൈലുകളെ പോലും പ്രതിരോധിക്കാൻ നമ്മുടെ നീലഗിരിക്കും അതുപോലെ തന്നെ സൂറത്തിനും കഴിയും. ഒപ്പം ഉപരിതലത്തിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മിസൈലുകളൊക്കെ തൊടുക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രത്യേകത 76 mm അപ്ഗ്രേഡഡ് ഗൺ ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യന്താധുനിക കപ്പലുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഗണ്ണുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ സൂറത്തിലും നീലഗിരിയിലും ഉണ്ട്. അത് നമുക്ക് വളരെ അഭിമാനം തരുന്നതാണ്. മാത്രമല്ല ഈ റഡാറിൽ നിന്ന് രക്ഷ നേടാനായിട്ട്, അപ്പോൾ മറ്റ് കപ്പലുകളുടെ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ റഡാറുകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് വളരെ തന്ത്രപരമായി നീങ്ങാൻ ഈ കപ്പലുകൾക്ക് സാധിക്കും. മാത്രമല്ല മറ്റ് ഷിപ്പുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റും. ഒപ്പം ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നമുക്കുണ്ടായാൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ പറ്റും. അതിനുള്ള റഡാർ സംവിധാനം, ഇൻഫ്രാറെഡ് തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഷിപ്പുകളെല്ലാം തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ലോകത്തിലെ തന്നെ വൻകിട രാജ്യങ്ങളിലേക്ക് നമ്മൾ പതുക്കെ ഉയരുകയാണ്. ഏത് സാഹചര്യത്തിലും പ്രശ്നരഹിതമായി പ്രവർത്തിക്കാൻ വേണ്ട വിഷ്വൽ എയ്ഡ് ലാൻഡിംഗ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ എന്താ പറയുന്നത് ദൃശ്യഭംഗി ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പം രാത്രിയിൽ അറ്റാക്ക് നടത്തുന്നതിൽ കടലിലൊന്നും ആൾ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ രാത്രിയിലൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വനിതാ ഓഫീസർമാരെ നിയമിച്ചു. അപ്പം നേവൽ ഉദ്യോഗസ്ഥരായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഈ കപ്പലുകളുണ്ടാവും. അങ്ങനെ വന്നാൽ 24 മണിക്കൂറും നമുക്ക് ഈ കപ്പലുകളിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിരീക്ഷണം നടത്താൻ പറ്റും. ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഒരിക്കലും ചെറിയ കാര്യമല്ല. മാത്രമല്ല ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, ഈ നമ്മൾ മുൻപ് ഈ കോൺഗ്രസ് UPA ഗവൺമെന്റിന്റെ കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കപ്പലുകൾ നിർമ്മിച്ചത് വാങ്ങുകയും യുദ്ധോപകരണങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നിടത്ത് നിന്ന് അങ്ങ് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ആരുടെയും സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇത്തരം യന്ത്രങ്ങളും ആയുധങ്ങളും കപ്പലുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളതൊരു ചെറിയ കാര്യമായിട്ട് ഒരിക്കലും കാണേണ്ടതില്ല. വലിയ ഒരു എന്താണ് വലിയൊരു റെക്കോർഡ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇന്ത്യ കുറച്ചും കൂടെ വേഗതയിൽ വളരുകയാണ്. അത് ലോകരാജ്യങ്ങളെല്ലാം വളരെ എന്താണ് സസൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണെന്ന് തന്നെ വേണം കരുതാൻ. പൂർണ്ണമായിട്ട് നമ്മൾ ഈ നേരത്തെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിലൂടെ ഇത്തരത്തിലൊരു പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ലോകത്ത് തന്നെ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഇന്ത്യൻ നാവികസേനയ്ക്ക് തദ്ദേശീയമായ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാനുണ്ട്. അതിനാണ് ഈ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന അന്തർവാഹിനി നിർമ്മിച്ചത്. ഇനി ഇതിൻ്റെ മറ്റ് ചില പ്രത്യേകതകളൂടെ പറയാം. അതായത് 18 ടോർപിഡോകൾ, കപ്പൽവേദ മിസൈലുകൾ ശത്രുക്കളുടെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാനും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും കൃത്യമായ ആക്രമണം നടത്താനും ഈ കപ്പലുകൾക്ക് സാധിക്കുന്നു. ഒപ്പം അന്തർവാഹിനിക്ക് സാധിക്കുന്നു. അന്തർവാഹിനി സമുദ്രോപരിതലത്തിലെത്തിയാൽ 20 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാം. പക്ഷെ ഒട്ടും ശബ്ദം ഉണ്ടാകില്ല. അപ്പോൾ ഡീസൽ ഇലക്ട്രിക് ആ സംവിധാനത്തിൽ ഓടുന്ന ഈ പറയുന്ന അന്തർവാഹിനികൾ, അപ്പോൾ ലോകത്തെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ. അപ്പം അമേരിക്ക അല്ലെങ്കിൽ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഏത് തരത്തിലാണോ സൈനിക മേഖലയിൽ മുന്നേറുന്നത് അതിന് സമാനമായ രീതിയിൽ നമുക്ക് മുന്നേറാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മെയ് മുതൽ നമ്മൾ ആരംഭിച്ച പരീക്ഷണഘട്ടം ഇത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ജനുവരി 15-ന് ഔദ്യോഗികമായി ഇവ നീറ്റിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ശത്രുവിന് നേരെ വിനാശകരമായ ആക്രമണം നടത്താൻ കപ്പൽവേദ മിസൈലുകൾ അടക്കം ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം വെള്ളത്തിനടിയിലോ ഉപരിതലത്തിലോ എങ്ങനെ വേണമെങ്കിലും ആക്രമണം നടത്താം. അപ്പം നീലഗിരി അതുപോലെ തന്നെ സൂറത്ത് നമ്മുടെ അഭിമാനമായ 2 യുദ്ധക്കപ്പലുകളാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വാക്ഷീർ, അതാണ് നമ്മുടെ അഭിമാനകരമായ അന്തർവാഹിനി. ഇത് മൂന്നും കൂടെ ഒരേ ദിവസം നീറ്റിലിറക്കുക എന്ന് പറയുന്നത് ലോകത്തെ വൻ ശക്തികൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പം നമ്മൾ സൈനികമായിട്ട് വലിയ വളർച്ച നേരിടുന്നു. നമ്മൾ മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നമ്മൾക്ക് പ്രതിരോധം ശക്തമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കാലത്തും നടത്തുന്നുണ്ട്. അപ്പോൾ തദ്ദേശീയമായി നമ്മൾ ഏറെ മുന്നേറി ഇനി ഇത്തരം ടെക്നോളജിയൊക്കെ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ അബ്സോർബ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അവരിൽ നിന്ന് ഇതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ നമ്മളോട് ഇനി ചിലപ്പോൾ ഇത്തരം യുദ്ധക്കപ്പലുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടേക്കാം. എന്തായാലും വലിയൊരു മുന്നേറ്റം, രാജ്യത്തിന് വലിയ പുരോഗതി, അങ്ങനെയൊക്കെ പറയേണ്ടി വരും അല്ലേ? തീർച്ചയായും.